ഹെമിയും കാർത്തികയും ഫ്രഷായി വന്നതും അർജുൻ അവരെ ഫുഡ് കഴിക്കാനായി ഡൈനിങ് ഏരിയയിലേക്ക് കൊണ്ടുപോയി. വാ ഇരിക്കും രണ്ടാളും. അർജുൻ ചെയർ വലിച്ചിട്ടിരുന്നു. വേണ്ട അർജുനേട്ടാ, ദേവിക മേഡം കണ്ടാലെന്താ? പുറകിൽ നിന്ന് കേട്ട ശബ്ദം ആരുടെയാണെന്നറിയാൻ രണ്ടാളും ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവരുടെ അടുത്തേക്ക് പതിയെ നടന്നു വരുന്ന ശേഖരനെയാണ് കാണുന്നത്. അച്ഛാ, എന്താ ഇത്? വിളിച്ചിരുന്നേ ഞാൻ വരുമായിരുന്നല്ലോ. താഴെ എങ്ങാനും വീഴുക വല്ലതും ചെയ്താൽ എന്ത് ചെയ്യും? അർജുൻ ശാസിക്കും പോലെ പറഞ്ഞു. അർജുൻ അച്ഛനെ പിടിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തി. ഗായത്രി! അർജുൻ്റെ വിളി കേട്ടതും ഫുഡുകൾ അടങ്ങിയ ബൗളുമായി കിച്ചൺ സ്റ്റാഫും അവിടേക്ക് നിരനിരയായി വന്നു. അവർ അത് എല്ലാം തന്നെ ടേബിളിന് മുകളിലേക്കായി വെച്ചു. ഇനി ആരെയാണ് നോക്കിയിരിക്കുന്നത്? ഗായത്രി! അർജുൻ വിളിച്ചതും ഗായത്രി എല്ലാവർക്കും ഫുഡ് വിളമ്പാൻ തുടങ്ങി. ഗായത്രി, നീ ഇതെന്തോന്ന് ചെയ്യുന്നത്? ദേവികയുടെ സ്വരം അവിടെയായി ഉയർന്നു. അവരും നിന്നെപ്പോലെ ഇവിടുത്തെ ജോലിക്കാരാണ്. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനവർക്ക് ഫുഡ് സെർവ് ചെയ്യുന്നു? ദേവിക പറയുന്നത് കേൾക്കെ അർജുൻ ദേവികയെ തറപ്പിച്ചെന്ന് നോക്കി. എന്നാൽ ശേഖരൻ ഒന്നും തന്നെ അതിന് മറുപടി പറഞ്ഞില്ല. ശേഖരൻ മുഖമുയർത്തി ഗായത്രിയെ നോക്കി. ഗായത്രി, നിനക്ക് ശമ്പളം തരുന്നത് ഞാനും എൻ്റെ മോനുമാണ്, അല്ലാതെ ദേവികയുടെ വീട്ടിൽ നിന്നുമല്ല. അങ്ങനെയുള്ളപ്പോൾ നീ ആര് പറയുന്നതിന് മുൻതൂക്കം കൊടുക്കും? ആരുടെ വാക്കിന് വില കൊടുക്കും? അത് കേട്ടതും ഗായത്രി ഓടി നടന്ന് ഫുഡ് വിളമ്പാൻ തുടങ്ങി. ദേവിക ഇത് കേൾക്കെ ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി ഒളിച്ചു. അറിയാതെ കാർത്തികയുടെ നാവ് ചതച്ചു. എന്നാൽ അവളുടെ സംസാരം കേൾക്കെ അർജുനും ശേഖരനും ഒരുപോലെ പൊട്ടിച്ചിരിച്ചു. എമിയുടെ വീട്ടിൽ ജിജോ അമ്മച്ചിയോട്, അമ്മച്ചി, കൊച്ചു വരുമോ നിശ്ചയത്തിന്? അറിയില്ലടാ, ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് അവൾ വെച്ചു. ലീവ് കാണുമോ എന്ന് അറിയില്ല. നീ ഇതെവിടെ പോകുന്നു? അത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുക. ഏത് ഫ്രണ്ട്? അമ്മച്ചി ഒന്ന് മാറിക്കേ, ഇനി ഇവിടെ നിന്ന് അവളെ കാണാൻ വൈകും. അവളോ? ആ, അല്ല, അവൻ. ഉവ്വേ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അമ്മച്ചി പ്ലീസ്, ഇതൊന്നും ചെന്ന് അപ്പച്ചനോട് പറഞ്ഞേക്കല്ലേ. ഇല്ലടാ, നീ പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ കോളേജ് വിട്ട് കൊച്ചങ്ങ് പോകും. വേഗം പോ. അതിന് ത്രേസ്യയുടെ കവിളിലായി ഒന്ന് മുത്തി മാറി ജിജോ. അവൻ ബൈക്കുമെടുത്ത് കോളേജിലേക്ക് പാഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ ആനി കൂട്ടുകാരുമായി ഉച്ചത്തിൽ വാ വെച്ച് നടന്നു വരികയായിരുന്നു. ആനി കാണുന്നത് കോളേജിന് വെളിയിൽ അവളെ കാത്തുന്ന പോലെ നിൽക്കുന്ന ജിജോയെയാണ്. അവൾ ധൃതിയിൽ അവൻ്റെ അടുക്കലേക്ക് നടന്നു. ജിജോ ചായ, എന്നെ വിളിക്കാൻ വന്നതാണോ? അത് ചോദിക്കുമ്പോൾ പെണ്ണിൻ്റെ മുഖം ചുവക്കുന്നതും കണ്ണുകൾ വിടരുന്നതും നോക്കി ഒരു നിമിഷം അവൻ അങ്ങനെ തന്നെ നിന്നു. പെട്ടെന്ന് ആനി അവൻ്റെ കൈകളിൽ കൈകോർത്ത് പിടിച്ചു. കൊച്ചു കയറ്, നമുക്ക് പോകാം. അതും പറഞ്ഞ് ജിജോ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ആനി അവനിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്നിരുന്നു. എൻ്റെ ആനിക്കൊച്ചിനെ കാണാനല്ലാതെ പിന്നെ ഞാൻ ആരെ കാണാനാണ് ഇവിടെ വരെ വരുന്നത്? എന്തായാലും ഈ കോളേജിൽ എനിക്കാരെയും പരിചയമില്ല. അത് കേട്ടതും അവളുടെ ചൊടികളൊന്ന് വിടർന്നു. കൊച്ചേ, നമുക്കൊരു ചായ കുടിച്ചാലോ? വേണ്ട, വീട്ടിൽ അമ്മച്ചി ഇട്ട് വെച്ചിട്ടുണ്ടാകും. അത് നീ ചെല്ലുമ്പോൾ കുടിച്ചോ. പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ചായ കുടിക്കാമല്ലോ. അതും പറഞ്ഞ് ജിജോ ഒരു ചായക്കുടയുടെ ഓരം ചേർന്ന് ബൈക്ക് നിർത്തി. അവളുടെ കൈയും പിടിച്ച് കടയിലേക്ക് കയറി. കൊച്ചിന് വല്ലതും വേണോ കഴിക്കാൻ? അവൾ വേണ്ട എന്ന പോലെ തല ചലിപ്പിച്ചു. ചേട്ടാ, 2 പഴംപൊരിയും 2 ചായയും. അതും പറഞ്ഞ് ജിജോ അവളുടെ അടുത്തേക്ക് കസേര വലിച്ചിട്ടിരുന്നു. ഇതിപ്പോൾ ആർക്കാ 2 എണ്ണം? എനിക്ക് വേണ്ട. കല്യാണത്തിന് ഇനി കുറച്ചേ ഉള്ളൂ. ഞാൻ ഡയറ്റിങ് ചെയ്യുവാ. എന്തിന്? അതിന് നിനക്കെവിടുന്നാ തടി? അഥവാ നീ തടി വെച്ചാലും ഞാനല്ലേ കാണുന്നത്. എനിക്കിത്തിരി തടിയൊക്കെ ഉള്ളത് ഇഷ്ടമാണ്. എൻ്റെ കൊച്ചേ, നിൻ്റെ ഇച്ഛായന് കുഴപ്പമില്ല, പിന്നെ ആർക്കാ കുഴപ്പം? നീ ഇതെടുത്ത് കഴിക്ക്. ജിജോ ചായയും കുടിച്ചു. കടക്കാരനോടായി പറഞ്ഞു, ചേട്ടാ, 2 പഴംപൊരി പൊതിഞ്ഞെടുത്തു. ഇത് ആർക്കാ ഇച്ഛായ? അത് അമ്മച്ചിക്ക്.
പാവം പുറത്തുനിന്നൊന്നും പോകുന്നതും പുറത്തുനിന്നൊന്നും കഴിക്കുന്നതുമില്ല. ഇങ്ങനെ എന്തേലുമൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കും. ഞാൻ ചെല്ലുമ്പോൾ അമ്മ എൻ്റെ കൈകളിലേക്ക് നോക്കും. അമ്മച്ചിക്കൊന്നും ഇല്ലേടാ എന്ന പോലെ. ജിജു പറയുന്നതെല്ലാം ഒരു ചിരിയോടെ കേട്ടിരുന്നു ആനി. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആയതും ജിജു ബൈക്ക് നിർത്തി. ആനി ഇറങ്ങിയതും ജിജു അവളോടായി പറഞ്ഞു, ഇപ്പോൾ മുതൽ നിനക്ക് എന്താവശ്യം വന്നാലും എന്നോട് പറയണം, കേട്ടല്ലോ. നിങ്ങൾ 3 പെൺപിള്ളേരാണ്. ഇപ്പോൾ നിൻ്റെ കല്യാണത്തിന് തന്നെ നിൻ്റെ അപ്പൻ കിടന്ന് ഓടുക. അതുകൊണ്ട് നിനക്ക് എന്താവശ്യം ഉണ്ടായാലും ഞാനുണ്ട്, എന്നോട് പറഞ്ഞാൽ മതി. കെട്ടിക്കഴിഞ്ഞാലും ഞാനല്ലേ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. ആനി അവൻ്റെ കണ്ണുകളിലേക്ക് നോട്ടമെയ്തു. ജിജു ചുറ്റുമൊന്ന് നോക്കി ആനിയുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു. അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. അങ്ങനെ നിന്നു ജിജു. അവിടെയായി ഒരു ചുംബനം നൽകി അവൾക്ക് വേണ്ടി. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതും ശ്രീകുട്ടൻ കരയാൻ തുടങ്ങി. എമി ഫുഡിൻ്റെ മുന്നിൽ നിന്നും എഴുന്നേൽക്കാൻ പോയതും അർജുൻ അവളുടെ കയ്യിൽ പിടിച്ചു. എവിടെ പോകുന്നു നീ? എവിടെ ഇരുന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യ്, ഞാൻ പോയി നോക്കിക്കോളാം. അർജുൻ എഴുന്നേറ്റ് കയ്യും കഴുകി അവിടേക്ക് ചെല്ലുമ്പോൾ ഗായത്രി കുഞ്ഞിനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. അർജുൻ കൈനീട്ടി കുഞ്ഞിനെ കൈകളിലേക്ക് വാങ്ങി. അപ്പോഴും ശ്രീകുട്ടൻ്റെ കണ്ണുകൾ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന എമിയിലായിരുന്നു. കുഞ്ഞെമിയെ കണ്ടതും കൈകളാട്ടി വിളിക്കാനും സൗണ്ട് ഉണ്ടാക്കാനും തുടങ്ങി. നോക്ക് ഗായത്രി, ഇപ്പോൾ അവന് നമ്മളെയൊന്നും വേണ്ട, അവൻ്റെ അമ്മയെ മതി. കുഞ്ഞിൻ്റെ വെപ്രാളവും പരവേശവും കാണുകെ ഗായത്രിയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ഗായത്രിക്ക് എമിയെ ഒരുപാട് ഇഷ്ടമായി തുടങ്ങിയിരുന്നു. അവൻ മനസ്സിലായി പറഞ്ഞു, ആ എലിയേക്കാളും അർജുൻ കുഞ്ഞിന് ചേരുന്നത് ഈ മോള് തന്നെ. ഇവർ തമ്മിലാണ് ചേരേണ്ടത്. കുഞ്ഞിൻ്റെ കരച്ചിലും വിളിയും കേട്ട് വേഗം തന്നെ എമി ഫുഡ് കഴിച്ചു. കഴിച്ചു എന്നല്ല കേട്ടോ, വാരി വിഴുങ്ങി. വേഗം കൈയും മുഖവും കഴുകി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നതും അർജുൻ്റെ കയ്യിൽ നിന്നും അവനൊരൊറ്റ കുതിപ്പിന് എമിയുടെ കൈകളിലേക്ക് ചേക്കേറി. എടാ ഭയങ്കര, ഇപ്പോൾ നിനക്ക് നിൻ്റെ അച്ചായ വേണ്ട അല്ലേ? ഞാൻ എടുത്തോളാം നിന്നെ. കഷ്ടമുണ്ടടാ, നിൻ്റെ അമ്മ ഒന്നും കഴിച്ചു കാണില്ല. അർജുൻ ചുറ്റുമൊന്ന് നോക്കി. അവിടെയായി കാർത്തികയിരുന്ന് ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ്. ഒപ്പം അച്ഛനെയും കഴിപ്പിക്കുന്നുണ്ട്. അർജുൻ കുനിഞ്ഞു വന്ന് അവളുടെ ചെവിയിലായി പറഞ്ഞു, ഇങ്ങനെ മോനെ നോക്കുന്നത് പോലെ ഇടയ്ക്ക് എന്നെയും പരിഗണിക്കാം. കുഞ്ഞിൻ്റെ അച്ഛനും ഇതുപോലെ സ്നേഹം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്.